ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എനിക്കറിയാം നിങ്ങൾ കൂടുതൽ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നതും എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളതും അത്തരം വീഡിയോസ് ആണ്. എന്നിരുന്നാൽ പോലും പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ പേര് പോലും വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു, അതിൽ ക്ഷമിക്കണേ. അപ്പോൾ 6000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ നമുക്കുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി, സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ. പുതുതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ജലി എന്നാണ്. അഞ്ജലി പ്രേംജിത്ത്, അഞ്ജൂസ് പ്രേം എന്നുള്ളതാണ് അതിനകത്ത് ID വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും മെസ്സേജ് അയക്കുമ്പോൾ അഞ്ജൂസ് പ്രേം അല്ലേ എന്ന് ചോദിച്ചിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ പേര് അഞ്ജലി എന്നാണ് കേട്ടോ. ഞാൻ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കൊമേഴ്സ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതിനോടൊപ്പം തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു യൂട്യൂബ് ചാനലും. ഇതിൻ്റെ ഒരു ജേർണി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയതും ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയത് ഈ കഴിഞ്ഞ മാസമാണ്. $100 ആകുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ വരുമാനം കിട്ടുന്നത്. അപ്പം എല്ലാവരോടും ഒരുപാട് സന്തോഷം, നന്ദി അതിൻ്റെയൊക്കെ അറിയിച്ചുകൊള്ളുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനുണ്ടായിട്ടുള്ള എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, മറ്റൊന്നുമല്ല. ഈ യൂട്യൂബേഴ്സ് എല്ലാവരും ഫേക്ക് ആണോ? അതായത് നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട്, വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണോ എന്നുള്ളത്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറെ വലിയ യൂട്യൂബേഴ്സിന്റെ, വലിയ മീൻസ് മാസം ലക്ഷങ്ങൾ വാങ്ങുന്ന യൂട്യൂബേഴ്സിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്, ആ ന്യൂസ് കേട്ടില്ലേ, ഈ ന്യൂസ് കേട്ടില്ലേ. അപ്പൊ എല്ലാവരും ഇതൊക്കെ എന്താ പറയുക, ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു മുഖവും ക്യാമറയ്ക്ക് പിന്നിൽ നിങ്ങളുടെയൊക്കെ റിയൽ ലൈഫിൽ നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണോ എന്നുള്ളത് സത്യമായിട്ടും എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ എന്താ പറയുക, ഒരു വലിയൊരു മജോറിറ്റിയില് ഏതാനും 1-2 ആളുകളോ അല്ലെങ്കിൽ കുറച്ച് ആളുകളോ സത്യം എന്താണെന്നറിയാതെ നമ്മൾ ഒരിക്കലും ക്യാമറയ്ക്ക് മുമ്പിൽ വന്നെന്ന് പറയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല. അപ്പൊ അറിയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനും പറ്റില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും 1-2 ആളുകളുണ്ടെങ്കിൽ മൊത്തമായിട്ട് യൂട്യൂബേഴ്സിനെ ഒന്നടങ്കം നിങ്ങൾ എല്ലാവരും ഫേക്ക് ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് ശരിയാണോ? അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ആരാണ് ഇവരെ വളർത്തുന്നതും തളർത്തുന്നതും? നമ്മൾ തന്നെയാണ്. ഇപ്പൊ ഞാനൊരു യൂട്യൂബർ ആണ് എങ്കിൽ പോലും ഞാൻ ഒരുപാട് പേരുടെ സബ്സ്ക്രൈബേഴ്സും കൂടിയാണ്. അവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ലിസ്റ്റിലുള്ള ഒരു പ്രേക്ഷക കൂടിയാണ് ഞാൻ. കിട്ടുന്ന കുറച്ച് സമയത്തിൽ, വളരെ കുറച്ച് സമയം കിട്ടാറുള്ളൂ എന്നുള്ളതാണ് സത്യം. കാരണം രാവിലെ തുടങ്ങി വൈകിട്ട് വരെ കോളേജിൽ പോകുന്നു. അത് കഴിഞ്ഞ് വന്ന വീട്ടിലെ കാര്യങ്ങള്, കുട്ടികള്, അവരുടെ പഠിത്തം, അതിനോടൊപ്പം ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകള്, കാര്യങ്ങള് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പിന്നെ അതുപോലെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകള്, കാര്യങ്ങൾ നമുക്ക് വായിക്കണം. വായനയാണല്ലോ നമുക്ക് അറിവ് തരണേ. കാരണം അങ്ങനെ തന്നാലാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഓരോ കണ്ടന്റിനെ കുറിച്ച് എനിക്ക് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കേവലം പണത്തിന് വേണ്ടിയിട്ടും വ്യൂസിന് വേണ്ടിയിട്ടുമാണ് എങ്കിൽ എനിക്ക് അങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോ അങ്ങനെയൊക്കെയുള്ള സമയത്തിനിടയിൽ ഇത്രയും നമുക്ക് ചെയ്യണമെങ്കിൽ ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം, ഇപ്പം കോളേജിലൊക്കെ ചെന്നിട്ടാണെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാവരും തന്നെ ആദ്യം നോക്കുന്ന യൂട്യൂബ് ആണ്. അതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 25 വയസ്സ് തുടങ്ങി ഒരു 45 വയസ്സ് വരെയുള്ള ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളുമായിരിക്കും കൂടുതൽ യൂട്യൂബിന്റെ വ്യൂവേഴ്സ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇപ്പൊ ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ചാനലുകൾ കുറേ ഉണ്ട്. ഇപ്പൊ പുത്തേറ്റ് ട്രാവൽസിന്റെ, ഞാൻ അവരുടെ ഭയങ്കര ഒരു ഫാനാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ പുത്തേറ്റ് ട്രാവൽസിന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ലോകം മുഴുവൻ അവർക്ക്, മലയാളികൾ മാത്രമല്ല ഒരുപാട് പേര് ഫാൻസ് ആയിട്ടുണ്ട്. ഒരു ലേഡിയെ കൊണ്ട് അവര് എന്താ പറയണേ, ഈ ഒരു ഏജിൽ അവർ ആ ഒരു ഇത്രയും വലിയൊരു വാഹനം, ഒരു ലോറി ഓടിക്കുന്നു, ഇത്രയും സ്റ്റേറ്റുകളെ, ഇന്ത്യ മുഴുവൻ അവർ കറങ്ങുന്നു. ആ ഇന്ത്യ കാണാനുള്ള അവരുടെ ആഗ്രഹമാണ് അവരെ ആ ഒരു ഡ്രൈവർ സീറ്റിലേക്ക് എത്തിച്ചത് എന്നുള്ളത്. പിന്നെ അവരുടെ ഒരു ഫാമിലി ബോണ്ടിങ്,
അതുപോലെ തന്നെ അവര് എംപ്ലോയീസിന്റെ അടുത്ത് പെരുമാറുന്ന രീതി, ഒരു കുടുംബത്തിലുള്ള ആളുകളെ പോലെ എംപ്ലോയീസിനോട്, ആകാശ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ, അവരോടൊക്കെ പെരുമാറുന്ന രീതി, ഇതൊക്കെ വളരെയധികം ഒരു മോട്ടിവേഷൻ കാര്യങ്ങൾ നൽകുന്നതാണ്. പിന്നെ എത്ര പണമുണ്ട് എങ്കിൽ പോലും ലെവലേശം അതിന്റെ ഒരു അഹങ്കാരം കാണിക്കാത്ത, ഇല്ലാത്തന്നല്ലാതെ കാണിക്കാത്ത, അത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതൊക്കെയാണ് എനിക്ക് അത് കാണാനായിട്ട് താല്പര്യം. പിന്നെ നമുക്ക് പോയി കാണാൻ പറ്റാത്ത അനേകം സ്ഥലങ്ങൾ അവര് കാണിച്ചു തരുമ്പോ അവരുടെ ആ യാത്രകള്, സംസാരം, ഇതൊക്കെ കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ട്. അതുപോലെ ലോ ഓഫ് അട്രാക്ഷനുമായി ബേസ് ചെയ്തിട്ടുള്ള ഗുരുക്കന്മാരുടെ എല്ലാവരുടെയും തന്നെ മെന്റേഴ്സിന്റെ ഒട്ടുമിക്ക ചാനലുകൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അനുവിന്ദ് സാർ, ആശ മാം, സുജ ടീച്ചർ, അതുപോലെ തന്നെ ഋഷിയോഗ അക്കാദമി, ഗ്രീൻ ട്രൂത്ത്, വിഷ്ണു സാറിന്റെ, ഇതുപോലെയുള്ള ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഓരോ അറിവും, അതുപോലെ തന്നെ അനിൽകുമാർ PC, അപ്പൊ ഇവരുടെയൊക്കെ നമുക്ക് കിട്ടുമ്പോ ഈ അറിവുകളാണ് അല്ലെ, നമ്മളൊരു 20 മിനിറ്റ് 25 മിനിറ്റ് സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, നിങ്ങള് മീൻസ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകള് ഒരു വീഡിയോസ് കാണുമ്പോൾ നമുക്കതിൽ നിന്ന് പ്രയോജനമൊന്നും ഇല്ല എന്നിരിക്കട്ടെ, പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ലാതെ വീഡിയോ ചെയ്യുന്ന ആളുകളും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ആരാണ് അതിന് വ്യൂസ് കൂടുതലാണ്? ആരാണ് ഇവരെ വളർത്തുന്നത്? നമ്മൾ തന്നെയല്ലേ. നമ്മൾ കാണുമ്പോൾ, നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, ഈവൻ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടാണെങ്കിൽ പോലും നെഗറ്റീവും ഒരാളെ വളരാൻ അനുവദിക്കുന്നതാണ്. നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ കമന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ആ നെഗറ്റീവിനെ ഫോക്കസ് ചെയ്യുമ്പോൾ വീണ്ടും അത് റീച്ച് ആവുകയും നെഗറ്റീവായ രീതിയിൽ അതിന് വ്യൂസ് കൂടുകയും ചെയ്യുന്നു. അപ്പോഴും നമ്മൾ ഇൻഡയറക്റ്റ്ലി അവരെ വളർത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ തന്നെ ചെയ്യുന്ന വീഡിയോസിൽ ഒരു കുക്കിംഗ് വീഡിയോ ഇപ്പൊ ചെയ്തിട്ട് കുറെ നാളായി, എന്നാൽ പോലും ഒരു ട്രാവലിംഗ് വ്ളോഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എന്താണ് ഇതിന് ഇത്ര വ്യൂസ് കുറവ്? ചിലപ്പോ ഒക്കെ നമുക്ക് നിരാശ തോന്നും. ഇത്രയും വളരെ കുറച്ച്, നമ്മൾ നല്ലൊരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇവിടെ താമസിക്കുമ്പോൾ ഇതിന്റെ റേറ്റ്, സാധാരണക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്, ഒരു ആവറേജ് ഫാമിലിക്ക്, ഇൻകം കിട്ടുന്ന ഫാമിലിക്ക് പോലും നിങ്ങൾക്ക് ഇവിടെയൊക്കെ പോയി സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ വ്യൂസ് ഇല്ല അതിനൊന്നും. പക്ഷെ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും താല്പര്യമാണ് ഇത്തരം വീഡിയോസ് കാണാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മോട്ടിവേഷണൽ വീഡിയോസ്, ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നേ? കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യും. അപ്പൊ എന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനോ മോട്ടിവേഷനോ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് അത് റെഫർ ചെയ്ത് അതേക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ മുമ്പിൽ വരണം. അപ്പൊ എന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. എന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ആരാ കാരണക്കാരായേ? എന്റെ വ്യൂവേഴ്സ് തന്നെയാ, അല്ലെ? എന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. കാരണം അതെങ്ങനെയാ തെളിയിച്ചത്? അല്ലാത്തൊരു വീഡിയോസ് ഇടുമ്പോൾ അതിന് വ്യൂസ് കുറയുകയും ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മോട്ടിവേഷനായ ബന്ധപ്പെട്ട വീഡിയോസ് ഇടുമ്പോൾ അതിന് വ്യൂസ് കൂടുകയും ചെയ്യുമ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത്തരം വീഡിയോസ് ആണ് ഇവർക്ക് കാണാൻ ആഗ്രഹം. സോ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്താലാണ് എനിക്കിനി ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ, ഇതിൽ നിന്ന് എനിക്കൊരു മെച്ചം ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എൻ്റെ ഇഷ്ടങ്ങൾ ട്രാവലിങ്ങും കുക്കിങ്ങും കൂടി ഉള്ളത് കൊണ്ട് അതും ഇതോടൊപ്പം തന്നെ ചേർക്കും. എങ്കിൽ പോലും നമ്മൾ കൂടുതൽ ചെയ്യുന്ന വീഡിയോസ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് കാണാൻ താല്പര്യമില്ല എങ്കിൽ, ഒരു കണ്ടന്റും ഇല്ലാത്ത വീഡിയോസ് ആണെങ്കിൽ നമുക്ക് ഒന്നുകിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യാം. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ആരെയും നോവിക്കാത്ത വിധം നല്ല കമന്റ് ആയിട്ട് നമുക്ക് പറയാം, നിങ്ങളെ വളരെ ഇഷ്ടമാണ്, നിങ്ങളിൽ നിന്ന് ഇത്തരം വീഡിയോസ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇതുപോലുള്ള കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ചെയ്യാമോ, ഒരു റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുകയാണ്. ഒരിക്കലും അവരിപ്പോ ഞങ്ങൾക്ക് സൗകര്യമില്ല, നിങ്ങൾ വേണേ കണ്ടാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, പിന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് പോവണ്ട, കാണണ്ട, ഇത്രയല്ലേ ഉള്ളൂ. അതല്ല, അവർ ശ്രദ്ധിക്കാം. തീർച്ചയായിട്ടും എനിക്കൊക്കെ നല്ല രീതിയിലുള്ള റിപ്ലൈ അതിനകത്ത് തന്നിട്ടുണ്ട്, തീർച്ചയായും ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്കും ഒരു സന്തോഷമാണ്, അവർക്കും ഒരു സന്തോഷമാണ്. അവരത്തരം വീഡിയോസ് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതല്ലാതെ ഒരു കണ്ടന്റ് ഇല്ലാത്ത വീഡിയോസ് നമ്മൾ തന്നെ കണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് ലാസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം അവിടുന്ന് ഇവിടുന്ന് കേൾക്കുമ്പോഴേക്കും അവരെ തന്നെ ഒറ്റയടിക്ക്, അതായത് ഒറ്റയടിക്ക് ഉയർത്തുകയും ഒറ്റയടിക്ക് അവരെ താഴേക്ക് ഇടുകയും ചെയ്യുന്നത് ആരാ? നമ്മൾ തന്നെയാ. നമ്മൾ തന്നെ അത് കണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് നമ്മൾ തന്നെ കുറ്റം പറയുന്നത് ശരിയാണോ? അല്ലെ?
അപ്പൊ അത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവരുടെയും ഇപ്പൊ ഞാൻ ഉൾപ്പെടെ കാണുന്ന ചാനലുകളിൽ എന്തെങ്കിലും നമുക്കൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം നമ്മുടെ വിലയേറിയ ജീവിതത്തിൽ അത് കാണാനിരിക്കുമ്പോൾ നമുക്കൊന്നെങ്കിൽ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ 365 ദിവസവും അത് തന്നെയല്ല അവർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എങ്കിലും ഇപ്പൊ വീട്ടമ്മമാരൊക്കെ ആയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ ടൈമിനുള്ളിൽ അവർക്ക് ആ ജോലികൾ, അതായത് ഇപ്പൊ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തുപയോഗിച്ചിട്ട് തറ ക്ലീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ സിങ്ക് ഒക്കെ നല്ല പളപളാന്ന് വെട്ടി തിളങ്ങാനായിട്ട്, ഗ്യാസ് സ്റ്റൗ നന്നായിട്ട് തിളങ്ങാൻ, അതിലെ കറ പോവാനായിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞ് ടിപ്പായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. ട്രാവലിംഗ് വ്ളോഗ് ചെയ്യുന്ന ആളുകൾ ഓരോ സ്ഥലത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ സ്റ്റേറ്റും ആ സ്ഥലത്തിന്റെ പ്രത്യേകതകളും താമസിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകളും അതിന്റെ റേറ്റും ഒക്കെ കാണിക്കുമ്പോൾ കാണുന്ന ആളുകൾക്ക് ഒരു ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്, അല്ലെ? അതുപോലെ സ്കിൻ കെയർ, ഹെയർ കെയർ വീഡിയോ ചെയ്യുന്ന ആളുകളും ആ പ്രോഡക്റ്റും അതിന്റെ പ്രത്യേകത വെറും പ്രൊമോഷൻ അല്ലാതെ, പ്രൊമോഷൻ കാണുമ്പോൾ ആർക്കാ മനസ്സിലാകാത്ത, എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ അതല്ലാതെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് മീൻസ് ഇൻഫർമേഷൻ, അത് കാണുന്ന ആളുകൾക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്നൊരു മെസ്സേജോ കിട്ടുന്ന തരത്തിൽ ഒരു വീഡിയോ 5-10 മിനിറ്റ് ആണെങ്കിൽ പോലും അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് കാണാൻ വരും, അവരത് സബ്സ്ക്രൈബ് ചെയ്യും, അവരതിനെ ലൈക്ക് ചെയ്യുകയും ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനി നമുക്കതൊരു 2-3 മിനിറ്റ് കാണുമ്പോൾ പ്രത്യേകിച്ച് ഇതിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല, വെറുതെ സമയം പോകും അടുത്ത വീഡിയോയിലേക്ക് എന്നാണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവുക. വേറെ ഒന്നും അവരെ നോവിക്കാൻ പോകണ്ട, വെറുതെ ഒരു മോശം കമന്റ് ഇടാൻ പോകണ്ട, നമ്മൾ സ്കിപ്പ് ചെയ്തേക്കാം. നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് താല്പര്യമുള്ളത് നമുക്ക് സെർച്ച് ചെയ്ത് കാണാം. അത് പണം മുടക്കുന്ന, നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന നമ്മളുടെ അവകാശമാണ്, അല്ലെ? അപ്പോ ഈ വ്യൂസ് കുറയുമ്പോ തീർച്ചയായിട്ടും ഒരു യൂട്യൂബർ, ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബേഴ്സ് എന്താ ചിന്തിക്കുക? എന്റെ വീഡിയോസിന് വ്യൂസ് ഇല്ല, അപ്പൊ ഈ ഒരു കണ്ടന്റ് അല്ല ആളുകൾ ആഗ്രഹിക്കുന്നത്, അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നൊരു മെസ്സേജ് അവർക്ക് കിട്ടുകയും ഓട്ടോമാറ്റിക്കലി അവരതിലേക്ക് വരികയും ചെയ്യും. അതായത് അവരുടെ വളർച്ച, അവരുടെ കഴിവിനെ ഇംപ്രൂവ് ചെയ്യേണ്ടത് നമ്മളെ പോലെ കാണുന്ന ആളുകൾ തന്നെയാണ്. നമ്മളാണ് അതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. എത്രത്തോളം ക്വാളിറ്റി നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം വേണ്ട നിങ്ങളുടെ കണ്ടന്റിൽ കേട്ടോ. അതെ, അത് നമുക്ക് ആരെയും നോവിക്കാത്ത വിധത്തില് നമുക്ക് പല രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാം. വ്യൂസ് കൂട്ടിക്കൊണ്ട്, കുറച്ചുകൊണ്ട്, കമന്റിലെ അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഒക്കെ. നിങ്ങൾക്കും എൻ്റെ അടുത്തും തീർച്ചയായിട്ടും അങ്ങനെ പറയാം. എങ്ങനെയുള്ള പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷന്റെ വീഡിയോസ് ചെയ്യുന്നത്, മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യുന്ന ഇത്തരം വീഡിയോസ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ നമ്മൾ ചിലർ കാണിക്കാറുണ്ട് തമ്പനയിലും ചെയ്യുന്ന കണ്ടന്റും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ. അതിൻ്റെയും ആവശ്യമില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് തമ്പനയിൽ എന്താണോ അത് ആ കണ്ടന്റ് തന്നെ മതി എന്നാണ് എൻ്റെയും അഭിപ്രായം. ഇല്ല എങ്കിൽ ഒരു തവണ അവർ കയറി കാണുമായിരിക്കും. അപ്പോഴാണ് അവരെന്ത് ചിന്തിക്കുന്നത്, ഇതുമായി ഒരു ബന്ധവും ഇല്ലാത്ത, അല്ലെങ്കിൽ ആ എവിടെയെങ്കിലും ഒരു 30 മിനിറ്റിനകം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്കിനെ വെച്ച് നമ്മൾ തമ്പനയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആളുകൾ കയറി വന്ന് കാണും, വ്യൂസ് കൂടും. പക്ഷെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ അവർക്ക് കയറി കഴിയുമ്പോൾ ഇത് ഫേക്ക് ആണെന്ന് തോന്നിയാൽ പിന്നീടുള്ള നമ്മുടെ വളർച്ചയെ അത് ബാധിക്കുകയും ചെയ്യും. പുതിയതായിട്ട് യൂട്യൂബ് ജേർണി തുടങ്ങുന്ന ആളുകളുടെ ഒക്കെ ഞാൻ എപ്പോഴും നോക്കാറുണ്ട്, ചില വീഡിയോസ് കാണുമ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് 600 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആളുകളുടെ ഞാൻ സത്യം പറയാം വീഡിയോ കണ്ടന്റ് പോലും നോക്കിയിട്ടല്ല ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. മറ്റൊന്നല്ല, എനിക്കറിയാം തുടക്കക്കാർക്ക് ഒരു 1000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ വാച്ചിങ് ടൈം കൂടുതൽ കിട്ടാൻ, ഇതൊന്നും മാസം ലക്ഷങ്ങളുടെ ഒന്നും കണക്ക് എനിക്കറിയില്ല. പക്ഷെ തുടക്കക്കാരെ സംബന്ധിച്ച് ഒരു 8000 സംതിങ്, അതായത് ഒരു $100 ഒക്കെ അവർക്ക് കിട്ടുന്നേ. നിങ്ങൾക്ക് അറിയാലോ ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് അത് എന്ന് പറയുന്നത് ഇൻകമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തുകയായിട്ടുള്ളവരും ഉണ്ടാകും. പക്ഷെ അതൊന്നും വലിയ അഹങ്കരിക്കാൻ പാകത്തിനോ വലിയ തുകയൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലെ? മാസം 30,000 50,000 1,00,000 ഒക്കെ വാങ്ങുന്ന ആളുകളുടെ അടുത്ത് ഈ 8,000 വാങ്ങുന്ന പാവപ്പെട്ട ആളുകളും അതിന്റെ കൂടെ ഉണ്ടാകും. പുതിയതായിട്ട് വളർന്ന് പിച്ച വെച്ച് വരുന്നവര് യൂട്യൂബേഴ്സ്
തീർച്ചയായിട്ടും നമ്മളെ പോലുള്ളവർ അവരെയും പ്രോത്സാഹിപ്പിക്കണം. അവരുടെ അടുത്ത് നമ്മൾ നല്ല സജഷൻ പറയണം, നിങ്ങളുടെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ, തീർച്ചയായിട്ടും അത് ഇമ്പ്രൂവ് ചെയ്യും, മോണിറ്റൈസ് ആകട്ടെ, അതിൽ നിന്നൊരു ഇൻകം കിട്ടട്ടെ. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ളവരെയും എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പൊ അത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ക്ലാസ്സുകളെ കുറിച്ച് അറിയണമെന്നോ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാകാം. ഓക്കെ, എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതേ സംബന്ധിച്ച് നിങ്ങൾക്ക് ചോദിക്കാം, അതും കുഴപ്പമുള്ള കാര്യമല്ല. ലോ ഓഫ് അട്രാക്ഷൻ്റെ മാത്രമല്ല, ഇനിയിപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ കോളേജിൽ ഇപ്പം ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്റ്റുകളാണ് എങ്കിൽ അതേക്കുറിച്ചും, അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ബികോം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, +1 +2 കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ ഒക്കെ ക്ലാസ്സും നടത്തുന്നുണ്ട്. യൂട്യൂബ് ക്ലാസ് ആയിട്ട് തുടങ്ങിയിട്ടില്ല എന്ന് മാത്രം, ട്യൂഷനായിട്ട് ഓൺലൈനിൽ അതും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിക്കുന്ന ആർക്കെങ്കിലും സബ്ജക്റ്റുകളെ കുറിച്ച് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ അത്തരം ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. മറ്റൊന്നുമല്ല, സെൽഫ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഞാൻ എന്നെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ആരാണ്, എന്താണ്, എങ്ങനെയുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഉദ്ദേശിച്ചേക്കണ ട്രാവലിംഗ്, കുക്കിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നീടാണ് ഞാൻ പഠിച്ച ഒരു കാര്യത്തെക്കുറിച്ച്, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും ഇത്തരം വീഡിയോസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ കൂടുതൽ അതേക്കുറിച്ചുള്ള ബുക്സുകളൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, അഡ്വാൻസ് ലെവല്. അപ്പൊ ഇത് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളാണ് എൻ്റെ വളർച്ചയ്ക്ക് കാരണമായത്. ഇപ്പൊ നിങ്ങൾ ഇത്തരം വീഡിയോസ് അല്ല ഇഷ്ടപ്പെടുന്ന ട്രാവലിംഗ് ആണെങ്കിൽ എൻ്റെ അറിവുകൾ എന്നിലേക്ക് ചുരുങ്ങുമായിരുന്നു. അപ്പൊ നിങ്ങൾ അത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ബുക്കുകൾ വായിക്കാൻ തുടങ്ങുന്നത്, ഇതേക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ എൻ്റെ വളർച്ചയെ ഇംപ്രൂവ് ചെയ്യിക്കുന്നത് നിങ്ങളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റു പല യൂട്യൂബേഴ്സിനെയും കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു നെഗറ്റീവിനെ എടുത്ത് മറ്റൊരാളൊരു വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന കാര്യം വെച്ച് ആരെയും നമ്മൾ വിധി എഴുതണ്ട. കാരണം നമുക്ക് സത്യം എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു അഭിപ്രായം എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ എത്രയും വീഡിയോസ് അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നോ അത് മാത്രം കാണുക. വ്യൂസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓരോ യൂട്യൂബേഴ്സും അവരുടെ കണ്ടന്റിൽ ശ്രദ്ധിക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു ടോപ്പിക് ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. താങ്ക്